Welcome back to the channel. Must learn. Please subscribe. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ടെസ്റ്റാണ്. ഡിവിസിബിൾ ബൈ 2 രണ്ടുകൊണ്ടായിരിക്കാൻ പറ്റേണ്ട സംഖ്യകൾ. വെൻ ഇറ്റ്സ് യൂണിറ്റ്സ് പ്ലേറ്റ്സ് ഡിജിറ്റ്സ് ഈസ് ഈവൺ ഓർ 0 അല്ലെങ്കിൽ 2 ആയിരിക്കണം. അതുകൊണ്ട് മാത്രം ഡിവിസിബിൾ. പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ അവസാന സംഖ്യ 2 അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഫസ്റ്റത്തെ ഫോം നോക്കുക. ഫസ്റ്റത്തെ ഫോമിൽ ഈവൻ നമ്പറാണ്, പിന്നത്തെ ഈവൻ നമ്പറാണ് 6, 8 അതൊക്കെ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. ഈവൻ നമ്പേഴ്സും അതുപോലെ തന്നെ 0 ആണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ് പൂർണ്ണമായിട്ട്. പിന്നെ അടുത്ത് നോക്കാം ഡിവിസിബിൾ ബൈ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. വെൻ ദ സം ഓഫ് its digits is divisible by 3. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. 6,53,812 ഇത് ഡിവിസിബിൾ ആണോ എന്ന് അതിൻ്റെ സമ്മ് നോക്കണം ആദ്യം. അതിന് നമ്മൾ 6, 5, 3, 8 1 എഴുതി. എന്നിട്ട് മൊത്തം അതിൻ്റെ സമ്മ് കാണുക. 11, 1, 2, 3, 14, 15, 25. 25 3ൻ്റെ ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് 3ൻ്റെ ഡിവിസിബിൾ അല്ല. ഇനി നെക്സ്റ്റ് നോക്കാം. 1, 1, 2 1, 2, 2, 4, 6 6ഉം 15. 15ൻ്റെ ഡിവിസിബിളാണ് 3 ആണ് 5. 3, 5, 15. അപ്പോൾ 3ൻ്റെ ഡിവിസിബിളാണ് 1,12,254. അതുകൊണ്ട് ഡിവിസിബിൾ ബൈ 3 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണത്. ഇനി അടുത്ത് നോക്കാം ഡിവിസിബിൾ ബൈ 4 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ. അതിന് നമ്മൾ സിമ്പിൾ ട്രിക്സ് ആണ്. വെൻ ദ നമ്പേഴ്സ് ഫോംഡ് ബൈ ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 4. നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് മാത്രം നമ്മൾ നോക്കുക. അത് ആ 2 ഡിജിറ്റ് കൊണ്ട് ആ ഡിജിറ്റിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 48 ഡിവൈഡ് ബൈ 4 48 ഡിവൈഡ് ബൈ 4 ഫസ്റ്റ് ഫോം ഹരിക്കാൻ പറ്റും. 48 102 12. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയിട്ടാണ് 4 കൊണ്ട് ഫുൾ ഹരിക്കാൻ പറ്റണം. എന്നാലാണ് ഡിവിസിബിൾ ആവുള്ളൂ. നെക്സ്റ്റ് ഫോം നോക്കുക. 0 അത് പോവില്ല. 25 ആവും പോവില്ല. 25 അതുകൊണ്ട് 2 അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കുക. അതുകൊണ്ട് 4 ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഡിവിസിബിൾ ബൈ 4 ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. നെക്സ്റ്റ് നോക്കാം. ഡിവിസിബിൾ ബൈ 5 5ൻ്റെ വരണം. 5ൻ്റെ വരുമ്പോൾ വെൻ ഇറ്റ്സ് യൂണിറ്റ്സ് പ്ലേസ് ഡിജിറ്റ്സ് ഈസ് ഐദർ ഓർ 0 ഓർ 5. നമുക്ക് ക്വസ്റ്റ്യനിൽ തരേണ്ട നോക്കാം. ലാസ്റ്റത്തെ ഡിജിറ്റും 0ഉം 5 ആണെങ്കിൽ പൂർണ്ണമായിട്ടും 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാവും. ഫസ്റ്റത്തെ ഫോമിൽ ലാസ്റ്റ് ഡിജിറ്റ് പറഞ്ഞാൽ പ്ലേസ് ഡിജിറ്റ് 5 ആണ്. പിന്നത്തെ 3, പിന്നത് 6. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 5. നെക്സ്റ്റ് ഡിവിസിബിൾ ബൈ 6 വെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2 ഓർ 3 ബോത്ത്. 2ൻ്റെയോ 3ൻ്റെയോ ഗുണനത്തിൽ വരണം. എന്നാണ് ഡിവിസിബിൾ ബൈ 3 വരിക. 2 × 3 = 6. 2 ഓർ 3 ബോത്ത്. 2 നമ്മളിപ്പോൾ നോക്കിയില്ലേ, 3ൻ്റെ നോക്കി. ഫസ്റ്റത്തെ ഫോം നോക്കാം. ലാസ്റ്റത്തെ പ്ലേസ് ഡിജിറ്റ് 2ൻ്റെ ഡിവിസിബിൾ ആണോ നോക്കുക. 2, 8 2ൻ്റെ ഡിവിസിബിളാണ്. അതുകൊണ്ട് പിന്നെ സമ്മ് നോക്കുക. 4, 3, 2, 1, 5, 7, 3, 8, 2 ഫസ്റ്റത്തെ 2ൻ്റെ ഡിവിസിബിളാണ്, 3ൻ്റെ ഡിവിസിബിളല്ല. അതുകൊണ്ട് അത് ഫസ്റ്റത്തെ 6ൻ്റെ ഡിവിസിബിളല്ല. രണ്ടാമത്തെ നോക്കാം.
810157 ഫസ്റ്റ് തന്നെ 3 നോക്കിയാൽ മതി. പ്ലേസ് ഡിജിറ്റ് തന്നെ 2ൻ്റെ ഡിവിസിബിൾ അല്ല, അതുകൊണ്ട് അതുമല്ല. പിന്നെ ലാസ്റ്റ് 84 ലാസ്റ്റ് ഡിജിറ്റ് 6 അത് 2ൻ്റെ ഡിവിസിബിൾ ആണ്. പിന്നെ 3ൻ്റെ നോക്കാനുള്ളത്, 3ൻ്റെ നമ്മൾ സം ചെയ്ത് നോക്കണം. 8 12 3 17 27 3ൻ്റെ ആണ്. അപ്പോൾ 2ൻ്റെ ഡിവിസിബിളാണ്, 3ൻ്റെ ഡിവിസിബിളാണ്. അതുകൊണ്ട് ഡിവിസിബിൾ ബൈ 6 പറഞ്ഞാൽ ഓപ്ഷൻ സി 841256 അതാണ് ഡിവിസിബിൾ ബൈ 6. 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഡിവിസിബിൾ ബൈ 7. വെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്വൈസ് ദ ഡിജിറ്റ്സ് അറ്റ് one's place and the number formed by other digits is either 0 or multiple of 7. ഒന്നെങ്കിൽ ഡിജിറ്റ് 0 അല്ലെങ്കിൽ ഏഴിൻ്റെ ഗുണനായിട്ട് ആയിരിക്കും, മൾട്ടിപ്പിൾ ആയിരിക്കും. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷൻ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് പ്ലേസ് ഡിജിറ്റിനെ നമ്മൾ മാർക്ക് ചെയ്ത് കണ്ട് അതിൻ്റെ ട്വൈസ് നോക്കുക. 6 × 2 12, അത് ഇതിൽ നിന്ന് കുറക്കുക. 0 8 8ഉം 7 4 5 7 8. അതിൽ ലാസ്റ്റത്തെ ലെറ്റർ 8 8 × 2 16 എടുത്ത് എഴുതി. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചിട്ട് 1 4 4. പിന്നെ ലാസ്റ്റ് 1 ഉണ്ട്, ആ 1ന് 2 × 2 4 - 2 എഴുതും 42. ലാസ്റ്റ് 2 ഡിജിറ്റൊക്കെ നമ്മൾ എത്തിക്കണം. 42 പറഞ്ഞാൽ 7ൻ്റെ ഡിവിസിബിൾ 42 ഡിവിസിബിൾ ബൈ 7 ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് പറഞ്ഞാൽ ആ 5 മാർക്ക് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ട്വൈസ് ചെയ്യുക. 10 അതിൽ നിന്ന് മൈനസ് ചെയ്യുക. 47 1 47 1 പിന്നെ ഈ 1നെ 47 1 × 2 -2 ആയോ, അപ്പോൾ 45 വരും. 45 ഏഴിൻ്റെ മൾട്ടിപ്പിൾ അല്ല, മൾട്ടിപ്ലിക്കേഷൻ അല്ല, അതുകൊണ്ട് അതല്ല. പിന്നെ 8806 അതിൽ 6 നമ്മൾ നോക്കുക, അതിൻ്റെ ട്വൈസ് നോക്കുക. 12 ഡിവൈഡഡ് ബൈ അത് മൈനസ് ചെയ്യുക. അപ്പോൾ 868 എന്ന് കിട്ടും. 868. അതിൽ 8 പിന്നെ മാർക്ക് ചെയ്യുക, അതിൻ്റെ ട്വൈസ് എടുക്കുക. ട്വൈസ് 16 അതിൽ നിന്ന് കുറച്ചാൽ 70 വരിക. 17 അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. 10 × 7 70. അതുകൊണ്ട് ഇത് ഡിവിസിബിൾ ബൈ 7. ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും കറക്റ്റാണ്. ഇനി അടുത്ത ഡിവിസിബിൾ ബൈ 8. വെൻ നമ്പർ ഫോംഡ് ബൈ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 8. ലാസ്റ്റ് നമ്മൾ ഡിവിസിബിൾ 8ൻ്റെ ഡിവിസിബിൾ ആണോ നോക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കേണ്ട എക്സാമ്പിൾ നോക്കാം. 3 ലാസ്റ്റത്തെ 3 ഡിജിറ്റ്സ് 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ നോക്കിയാൽ മതി. നോക്കിയാൽ മതി. ഫസ്റ്റ് ഫോം 64 അത് 8ൻ്റെ ആണ്. പിന്നെ 282 നോട്ട് അല്ല. പിന്നെ 121 അതുമല്ല. 324 അതുമല്ല. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ മാത്രം ശരിയുള്ളൂ. ലാസ്റ്റത്തെ 3 ഡിജിറ്റ്സ് മാത്രം ചെക്ക് ചെയ്യാം, അത് 8ൻ്റെ ഡിവിസിബിൾ ആണെന്ന് നോക്കുക. എന്നല്ല. നെക്സ്റ്റ് ഡിവിസിബിൾ ബൈ 9. വെൻ സം ഓഫ് ഡിജിറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 9. സം നോക്കലാണ് ഡിജിറ്റ്സിൻ്റെ. ഇത് നമ്മൾ 3ൽ ചെയ്തില്ലേ, സെയിം റൂൾസ് തന്നെ. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. എൻ്റെ പിന്നെ സെയിം ഓഫ് റൂൾ 3 സം നോക്കലാണ്. നമ്മളെല്ലാ ഓപ്ഷൻ എക്സാമ്പിൾ നോക്കാം. 8181352217 എൻ്റെ സം നോക്കാം.
36 ആണ് വരുന്നത്. 36 9ൻ്റെ ഗുണനാണ്. 9, 18, 27, 36. 36ൻ്റെ ഗുണനത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് ഡിവിസിബിൾ ബൈ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 1, 2, 1, 4, 1, 2, 3, 4, 5, 8, 9. 9ഉം ഡിവിസിബിളാണ്. 9ൻ്റെ 1 × 9 9. അതുകൊണ്ട് അതും നടക്കും. പിന്നെ ഓപ്ഷൻ സി 9, 4, 9, 5 അതും 9ന് കൂടിയതാണ്. ടോട്ടൽ സം നോക്കിയിട്ടാണ് ആണല്ലോ. നെക്സ്റ്റ് ഓപ്ഷൻ ഡിവിസിബിൾ ബൈ 10 വെൻ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് ഈസ് 0. അവസാനത്തെ ഡിജിറ്റ് 0 ആയിരിക്കണം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 5, 2, 1, 0 ആണ്. അപ്പോൾ 0 ഫസ്റ്റ് ഓപ്ഷൻ 0, ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. 1 നടക്കില്ല, 5 നടക്കില്ല. ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് 0. നെക്സ്റ്റ് ഡിവിസിബിൾ ബൈ 11. 11 ഡിവിസിബിൾ വെൻ ദ സം ഓഫ് ഡിജിറ്റ് അറ്റ് ഓഡ് പ്ലേസ് ആൻഡ് ഈവൻ പ്ലേസ് ആർ ഈക്വൽ ഓർ ഡിഫർ ബൈ എ നമ്പർ ഡിവിസിബിൾ ബൈ 11. ഫസ്റ്റ് ഒരു സംഖ്യേൻ്റെ അപ്പുറത്തെ സംഖ്യ അതിൻ്റെ ഇരുത്തത്തെ സംഖ്യ അല്ലാതെ മാർക്ക് ചെയ്യുക. 8 + 8 + 4 + 2 ആഡ് ചെയ്യുമ്പോൾ 23 കിട്ടും. പിന്നെ അടിയത്തും അതേപോലെ തന്നെ 2 + 1 + 0 2 + 2 +2 അപ്പോൾ 18 5 കിട്ടും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നോക്കുക. 23 - 5 18 ആണ് കിട്ടുക. 18 അല്ല, 0 കിട്ടണം. 0 അല്ലെങ്കിൽ 11ൻ്റെ ഗുണനത്തിലുള്ളത് ആണ്. നെക്സ്റ്റ് അതേപോലെ നോക്കുക. 7, 5, 1, 1, 4, 7 17 5 + 1 ഇതിൽ ഫസ്റ്റ് എന്താണ് ആദ്യത്തെ 6 അതിൻ്റെ ഡിഫറൻസ് വെക്കുക. 17 - 6 = 11. 11 11ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റും. അത് ഡിവിസിബിൾ ബൈ 11 ആണ്. പിന്നെ നെക്സ്റ്റ് 9, 5, 4, 3, 5, 8, 3, 5 അതുപോലെ തന്നെ 9 കഴിഞ്ഞാൽ 4 എടുക്കുക, 4 കഴിഞ്ഞാൽ 5 എടുക്കുക, 5 കഴിഞ്ഞാൽ പിന്നെ 5 എടുക്കുക. അപ്പോൾ മുകളിലത്തെ 21ഉം അടിയത്ത് 5 + 3 + 8 + 5 അതും 21ഉം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ 21 തന്നെയാണ് കിട്ടുക. അപ്പോൾ 21 - 21 = 0. അപ്പോൾ 0യും 11ൻ്റെ ഗുണിത ആകണം. അത് ആണെങ്കിൽ ഡിവിസിബിൾ ബൈ. നെക്സ്റ്റ് ഡിവിസിബിൾ ബൈ 12 വെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 and 4 ബോത്ത്. 3ൻ്റെ ഗുണിതത്തിലും ആയിരിക്കണം, 4ൻ്റെ ഗുണിതത്തിലും ആയിരിക്കണം. അങ്ങനെ 3 × 4 = ഫസ്റ്റ് ഫോം നോക്കാം. 1855620 അതിൽ 4ൻ്റെ നോക്കണം. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 4ൻ്റെ ആണോ നോക്കണം. അതല്ല ഫസ്റ്റത്തെ അല്ല, അതുകൊണ്ട് നോക്കേണ്ട ആവശ്യം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതാ 3ൻ്റെ ആണ്. 3 പറഞ്ഞാൽ സമ്മ നോക്കലാണ്. 182 ഓക്കെ. അപ്പോൾ അതല്ല, ഫസ്റ്റ് ഓപ്ഷൻ അല്ല. നെക്സ്റ്റ് വെയിറ്റ് 7. നെക്സ്റ്റ് ഓപ്ഷൻ 34150008 ആണ്. അതിൽ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 4ൻ്റെ ഡിവിസിബിൾ ആണോ നോക്കുക. ആണ്. 4 × 2 8. പിന്നെ അതിനെ സമ്മ് ചെയ്ത് നോക്കുക. 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണം. 3 × 7 6 8 വരുമ്പോൾ 8
ഫോർ 3115008 12ൻ്റെ ഡിവിസിബിൾ ബൈ 12 ആണ്. അപ്പോൾ ഓപ്ഷൻ 3ൻ്റെ മൾട്ടിപ്പിളാണ്, 4ൻ്റെ മൾട്ടിപ്പിളാണ്, 2ൻ്റെ മൾട്ടിപ്പിൾ ആവണം, എന്നാൽ മാത്രമേ അത് ഡിവിസിബിൾ ബൈ 12 ആവുള്ളൂ. നെക്സ്റ്റ് ഓപ്ഷൻ 80918484, അത് 4ൻ്റെ മൾട്ടിപ്പിളും ആണ്, 3ൻ്റെ മൾട്ടിപ്പിളും ആണ്. നോക്കണേ 8 + 9 + 1 + 8 + 1 4. അപ്പോൾ 30 കിട്ടി. അത് 30ൻ്റെ 10 × 3 30. അപ്പോൾ 3 × 4 ഗുണിതത്തിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഡിവിസിബിൾ ബൈ 12. ഡിവിസിബിൾ ബൈ 25. When the last 2 digits of numbers divisible by 25 or 0. ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് 0 അല്ലെങ്കിൽ 25 ആയിരിക്കണം, എന്നാൽ മാത്രമേ ഡിവിസിബിൾ ബൈ 25 വരുള്ളൂ. Thank you. Much learning. Please subscribe and support.